ഡോക്ടർ മോഹനൻ പിള്ള, നമ്മൾ ഈ വെടിനിർത്തൽ താൽക്കാലികമായി അവസാനിപ്പിക്കുമ്പോഴും ഇന്ത്യയുടെ പ്രതിരോധ മന്ത്രാലയം ശക്തമായ താക്കീതോടുകൂടിയാണ് ഈ വെടിനിർത്തൽ ഇപ്പോൾ അംഗീകരിച്ചിരിക്കുന്നത്. ഏതെങ്കിലും തരത്തിൽ പാകിസ്ഥാൻ്റെ ഭാഗത്തുനിന്ന് ഒരു മിസ്അഡ്വഞ്ചർ ഉണ്ടായാൽ, അതിന് കടന്ന ഒരു നീക്കമുണ്ടായാൽ ഇന്ത്യ അതിന് ശക്തമായ ഭാഷയിൽ തിരിച്ചടി നൽകുമെന്നുള്ള ഒരു താക്കീതോടു കൂടിയാണ് ഈ വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നിരിക്കുന്നത്. നമുക്ക് ലഭിക്കുന്ന വിവരമനുസരിച്ച് ഇന്ന് വൈകുന്നേരം 3:35 പാകിസ്ഥാൻ്റെ മിലിറ്ററി ഓപ്പറേഷൻസ് ഡയറക്ടർ ജനറലാണ് ഇന്ത്യൻ മിലിറ്ററി ഓപ്പറേഷൻസ് ഡയറക്ടർ ജനറലെ വിളിച്ച് ഈ സംഭാഷണങ്ങൾക്ക് തുടക്കമിട്ടിരിക്കുന്നത്. അതിൻ്റെ അർത്ഥം ഇന്ത്യൻ പ്രതിരോധ സേനയുടെ പ്രതിരോധത്തിൻ്റെ ചൂട് പാകിസ്ഥാൻ അറിഞ്ഞു എന്നു തന്നെയല്ലേ ഡോക്ടർ മോഹനൻ പിള്ള? തീർച്ചയായിട്ടും നമ്മൾ എന്തായാലും സീസ് ഫയർ എന്നുള്ളത് ഒരു വെൽക്കം സൈൻ തന്നെയാണ്. ജനറലി ഒരു സമാധാന അന്തരീക്ഷത്തിലോട്ട് പോകുന്ന ഒരു രീതി തന്നെയാണ്. പക്ഷേ നമ്മൾ ഇതിൽ നിന്ന് കാണേണ്ട 1-2 കാര്യങ്ങളുണ്ട്. കാര്യം ഞാനിപ്പോൾ ഈ അൽ ജസീറ നെറ്റിലൊന്ന് കാണുകയായിരുന്നു. അതിനകത്ത് അവർ പറയുന്നത് ഇന്ത്യ അടിയറവ് പറഞ്ഞു, ഈ ടെററിസ്ഥാൻ ഇന്ത്യയെ മുട്ടുമടക്കിപ്പിച്ചു എന്നൊക്കെയാണ് ഇത് വരുന്നത്. അത് വെച്ച് നോക്കുമ്പോൾ ഡോക്ടർ അരുൺ, നമ്മൾ ഈ ഓപ്പറേഷൻ സിന്ദൂറിനെ കാണേണ്ടത്, ഞാൻ കാണുന്നത് ഒരു 2-3 ആസ്പെക്റ്റിലാണ്. ഒന്ന്, ഒരു ഏരിയയിൽ, ഒരു ഫീൽഡിൽ നമ്മളുടെ അയൽ രാജ്യം ഒരു പടി മുന്നിലായി നമ്മളെക്കാളും. അത് പ്രൊപഗണ്ട വാർഫെയറിലാണ്. ഈ പ്രൊപഗണ്ട വാർഫെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെയധികം ഡേഞ്ചറാണ്. ഒരു കാര്യം തന്നെ 10-15 പ്രാവശ്യം പറയുമ്പോൾ അതിന് ജസ്റ്റിഫൈ ചെയ്യാനായിട്ട് നമ്മൾ ഏറ്റവും കൂടുതൽ സമയം ഡിഫൻസ് ഫോഴ്സസ് ഈവൻ വാർത്താ സമ്മേളനത്തിലും പറഞ്ഞാൽ ശ്രമിച്ചത് എന്താണ്? അത് ജസ്റ്റിഫൈ ചെയ്യുകയാണ്. ഇത് അങ്ങനെയല്ല, ഇതിങ്ങനെയാണ് കറക്റ്റ്, അത് അങ്ങനെയല്ല, ഇതിങ്ങനെയാണ് കറക്റ്റ്. ഇത് നമ്മളുടെ രാജ്യത്തെ ജനങ്ങളെ കൺവിൻസ് ചെയ്യുകയാണ്. പക്ഷേ ലോകത്തോട് കൺവിൻസ് ചെയ്യാനായിട്ട് വളരെ അല്പം സമയമെടുക്കും. അതുകൊണ്ട് ആ പ്രൊപഗണ്ട വാർ എന്നുള്ളത് അവർ നല്ലതുപോലെ യൂട്ടിലൈസ് ചെയ്തു എന്നുള്ളത് കറക്റ്റാണ്. പിന്നെ ഇവിടെ നമ്മളും പ്രൊപഗണ്ട വാർ ചെയ്തു എന്ന് അഡ്മിറ്റ് ചെയ്യേണ്ടി വരും. കാര്യം ഇൻ ബിറ്റ്വീൻ പറഞ്ഞു നമുക്ക് എന്തോ 2 പൈലറ്റിനെ കിട്ടിയെന്നോ എന്തൊക്കെയോ ഉണ്ടായിരുന്നു. ഇനി വാട്ട് എവർ ഇറ്റ് ഈസ്, ഐ എം നോട്ട് ഗോയിങ് ഇൻ ടു ദ നിറ്റിവിറ്റീസ് ഓഫ് ദാറ്റ്. പക്ഷേ വീണ്ടും ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നത്, ഇവിടെ രണ്ടാമത്തെ ഇതുകൊണ്ട് ഓപ്പറേഷൻ സിന്ദൂർ എന്ന് ഉള്ളതുകൊണ്ട് അർത്ഥം വെക്കുന്നത് ഇറ്റ് വാസ് പ്യുവർലി എ ഡ്രോൺ വാർഫെയർ ആയിരുന്നു. ഈ ഡ്രോൺ വാർഫെയർ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് കാര്യം, ഈ സമീപകാലങ്ങളിലൊന്നും ഈ ലെവലിൽ ഡ്രോൺ അറ്റാക്കുകളോ അല്ലെങ്കിൽ രാജ്യങ്ങൾ ഡ്രോണിനെ യൂട്ടിലൈസ് ചെയ്തൊരു ഒരു ആക്ഷൻ ഉണ്ടായിട്ടില്ല. ഇതുകൊണ്ട് അടുത്ത ഒരു സ്റ്റെപ്പ് എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇരു രാജ്യങ്ങൾക്കും ബാറ്റിൽ പ്രിപ്പയർഡ്നെസ്സിന് ഒരു അവസരം കിട്ടി എന്നുള്ളതാണ്. അത് ഹൗ മച്ച് പ്രിപ്പയർഡ് വി ആർ ഇൻ കേസ് ഓഫ് ആൻ അറ്റാക്ക് എന്നുള്ള രീതിയിൽ അത് വന്നു. അടുത്തത് വെപ്പൺ എഫിഷ്യൻസി. ആ എഫിഷ്യൻസി ആരുടെ എത്രത്തോളം എഫിഷ്യൻ്റാണ് എന്നുള്ളത് ടെസ്റ്റ് ചെയ്യാനുള്ള ഒരു അവസരം കിട്ടി. അതിലൊക്കെ ഉപരിയായിട്ട് നമ്മൾ കാണേണ്ട ഒരു കാര്യം, നെയ്ബറിങ് സ്റ്റേറ്റിലുള്ള ജനങ്ങൾ സ്വാഭാവികമായിട്ടും 71 ശേഷം ഇതുപോലെ 71 ഇത്രയും ഇല്ലായിരുന്നു ഈ ഈസ്റ്റേൺ സെക്ടറിൽ, ഇതുപോലെ വെസ്റ്റേൺ സെക്ടറിൽ ഇതുപോലെ ഒരു എയ്ഡ് ടു സിവിൽ അതോറിറ്റി അല്ലെങ്കിൽ സിവിൽ അതോറിറ്റിയുടെ കൺട്രോളിൽ എങ്ങനെ രക്ഷാപ്രവർത്തനം നടത്തണം, അതുപോലെ സച്ച് കൈൻഡ് ഓഫ് സിറ്റുവേഷൻ വരുവാണെന്നുണ്ടെങ്കിൽ ഇൻ കേസ് ഓഫ് വാർ ലൈക്ക് സിറ്റുവേഷൻ എങ്ങനെയാണ് ആൾക്കാർ ബിഹേവ് ചെയ്യേണ്ടത് എന്നുള്ള ഒരു റിഹേഴ്സൽ, ഒരു അവസരം കിട്ടി എന്നുള്ളതാണ് നമ്മൾ പറയേണ്ടത്. ഇതിനകത്ത് വരുന്ന ഒരു കാര്യം ഡോക്ടർ അരുൺ, സ്വാഭാവികമായിട്ടും നമ്മൾ അങ്ങനെ പറയുകയുള്ളൂ, അവരും അതേ പറയുള്ളൂ. ഒരു രാജ്യവും പരമാധികാരം, അതായത് നമ്മുടെ പരമാധികാരത്തെ ചോദ്യം ചെയ്ത് സോവർ ഇന്ത്യയെ തൊട്ട് കളിച്ചുള്ള ഒരു കാര്യത്തിനും നമ്മൾ കോംപ്രമൈസ് ചെയ്യില്ല. അത് എല്ലാ രാജ്യങ്ങളും പറയുന്നത്, ഏത് വീക്ക് രാജ്യവും പറയും സോവർ ഇന്ത്യയെ തൊട്ട് കളിച്ചൊന്നും നടക്കില്ല എന്ന്. പക്ഷേ ഇവിടെ ക്വസ്റ്റ്യൻ വന്നിരിക്കുന്ന ഒരു പ്ലസ് പോയിന്റ് മാത്രം ഞാൻ ഇതിനകത്ത് കാണുന്നു. ഐ ഡോണ്ട് നോ ഹൗ മച്ച് എഫക്റ്റീവ് ഇറ്റ് വിൽ ബി. ദാറ്റ് മീൻസ് എനി ടെറർ ആക്ട് വിൽ ബി കൺസിഡേർഡ് ആസ് എ വാർ. അത് മാത്രമാണ് ഒരു പ്ലസ് പോയിന്റ് ഇതിനകത്തൂടി ഞാൻ കാണുന്നത്. ബട്ട് അവിടെയും ഒരു ക്വസ്റ്റ്യൻ ഇത് ചെയ്യുന്നു, വാട്ട് കൈൻഡ് ഓഫ് ടെറർ ആക്ട്, വാട്ട് എക്സ്റ്റെൻറ്റ്. അതായത് ഒരു ടെറർ അറ്റാക്കിൽ ഒരാൾ കാശ്മീരിൽ കൊല്ലപ്പെടുകയാണ്, അല്ലെ 2 പേര് ഒരു ടെറർ അറ്റാക്കിൽ കൊല്ലപ്പെടുകയാണ്, വി വിൽ ഗോ ഫോർ എ വാർ? ദാറ്റ് ക്വസ്റ്റ്യൻ റിമെയിൻസ്. ആൻഡ് സെക്കൻഡ്ലി, വേർ ടെററിസ്ഥാൻ വിൽ അഡ്മിറ്റ് ദാറ്റ് ദേ ഹാവ് ഡൺ ഇറ്റ്?
അപ്പോൾ അതൊരു ദാറ്റ് വി ഹാവ് ടു തിങ്ക് 10 times. We feel national pride, we feel swelling with national pride and all, there is absolutely no doubt into it. But reality and practicabilityയിലോട്ടാണ് നമ്മൾ കടക്കേണ്ടത്. ഡോക്ടർ മോഹൻ പിള്ള, ഞാൻ തിരികെ വരാം. ഡേ ആഫ്റ്റർ ടുമാറോ ആണ് ഇതിന്റെ കണ്ടീഷൻസ് വരുന്നത്. അങ്ങയിലേക്ക് തിരികെ വരാം.